എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഞാൻ സന്തോഷ് VLR. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എന്റെ പറമ്പിലെ ഈ ചെമ്പരത്തി ചെടിയുടെ അരികിലാണ്. എന്റെ കയ്യിലിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? നമ്മുടെയൊക്കെ വീടുകളിൽ എപ്പോഴുമുള്ള തുളസിയും കറിവേപ്പിലയുമാണ്. പണ്ടൊക്കെ ഒരു മഴക്കാലം വരുമ്പോൾ നമ്മുടെ മുത്തശ്ശിമാരുടെ ഒരേ ഒരു സൂപ്പർ മാർക്കറ്റും മെഡിക്കൽ സ്റ്റോറും ഈ കാണുന്ന നമ്മുടെ വീട്ടുപറമ്പും ഈ ചെമ്പരത്തിയും തുളസിയും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് കാലം മാറി. ചെറിയൊരു പനിയോ ജലദോഷമോ വയറിളക്കവോ വരുമ്പോൾ തന്നെ നമ്മൾ മെഡിക്കൽ സ്റ്റോറിലേക്ക് ഓടുകയാണ്. ഡോക്ടറുടെ കുറിപ്പടി പോലും ഇല്ലാതെ കെമിക്കൽ ഗുളികകളും ആന്റിബയോട്ടിക്കുകളും വാങ്ങി കഴിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധ ശേഷി നമ്മൾ തന്നെ നശിപ്പിക്കുന്നു. നമ്മുടെ ഈ പറമ്പിൽ തനിയെ വളരുന്ന ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഔഷധ ചെടികളെ നമ്മൾ ഇന്ന് അനാവശ്യ പുല്ലുകൾ എന്ന് വിളിച്ച് കെമിക്കൽ അടിച്ചുവെട്ടി നശിപ്പിച്ചു കളയുകയാണ്. ഈ മഴക്കാലത്ത് രോഗങ്ങളെ ചെറുക്കാൻ കെമിക്കൽ മരുന്നുകൾക്ക് പിന്നാലെ പോകാതെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത് ഉപയോഗിക്കാവുന്ന പാർശ്വഫലങ്ങളില്ലാത്ത 50 അത്ഭുത ഒറ്റമൂലികളെയാണ് ഇന്ന് നമ്മൾ ഒരൊറ്റ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഒരു മലയാളി പോലും ഇത് കാണാതെ പോകരുത്. വരും തലമുറയ്ക്കായി ഇത് കരുതി വെക്കണം. 1. തുളസി. ജലദോഷം, ചുമ, തൊണ്ടവേദന എന്നിവയ്ക്ക് ഏറ്റവും മികച്ചതാണ്. തുളസിയിലെ നീര് തേൻ ചേർത്ത് കഴിക്കുന്നത് ചുമയ്ക്ക് ആശ്വാസം നൽകും. ഇതിന്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വളരെ നല്ലതാണ്. 2. കീഴാർനെല്ലി. കരൾ രോഗങ്ങൾക്കും പ്രത്യേകിച്ച് മഞ്ഞപ്പിത്തത്തിനുമുള്ള പരമ്പരാഗത മരുന്നാണിത്. ഈ ചെടിവേരുൾപ്പെടെ സമൂലം അരച്ച് പാലിലോ മോരിലോ ചേർത്ത് കഴിക്കുന്നത് കരളിലെ അസുഖങ്ങൾ മാറാൻ സഹായിക്കും. 3. മുക്കുറ്റി. മുറിവുകൾ വേഗം ഉണങ്ങാനും വിഷജീവികൾ കടിച്ചാൽ വിഷഹാരിയായും മുക്കുറ്റി ഉപയോഗിക്കാം. ഇത് നന്നായി അരച്ച് മുറിവുകളിൽ പുരട്ടിയാൽ ചോര നിൽക്കാനും മുറിവ് വേഗം കരിയാനും സഹായിക്കും. 4. പനിക്കൂർക്ക, ഞവര. കുട്ടികളിലെ കഫക്കെട്ട്, പനി, ജലദോഷം എന്നിവയ്ക്ക് ഇതിലും വലിയൊരു മരുന്നില്ല. ഇതിന്റെ ഇല ചെറുതായി വാട്ടി പിഴിഞ്ഞെടുത്ത നീര് കുട്ടികൾക്ക് കൊടുക്കാം. മുതിർന്നവർക്ക് ഇതിന്റെ ഇലയിട്ട് ആവി പിടിക്കുന്നത് തലവേദന മാറ്റും. 5. തുമ്പ. കഫക്കെട്ട്, കുട്ടികളിലെ വിരശല്യം, അലർജി എന്നിവയ്ക്ക് തുമ്പ വളരെ നല്ലതാണ്. തുമ്പപ്പൂവും തുമ്പയിലയും ചതച്ച നീര് ചെറിയ അളവിൽ കഴിച്ചാൽ വിരശല്യം മാറും. ഇതിന്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുന്നത് ചർമ്മരോഗങ്ങൾക്ക് ഉത്തമമാണ്. 6. തൊട്ടാവാടി. അലർജി, ചൊറിച്ചിൽ, ചർമ്മരോഗങ്ങൾ എന്നിവയ്ക്ക് തൊട്ടാവാടി അരച്ചു പുരട്ടുന്നത് പെട്ടെന്ന് ആശ്വാസം നൽകും. ഇതിന്റെ നീര് ചെറിയ അളവിൽ കുടിക്കുന്നത് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കും. 7. ആടലോടകം. വിട്ടുമാറാത്ത ചുമ, ശ്വാസമുട്ടൽ, ആസ്ത്മ തുടങ്ങിയ ശ്വാസകോശ രോഗങ്ങൾക്ക് ഇതൊരു അത്ഭുത മരുന്നാണ്. ആടലോടകത്തിന്റെ ഇല വാട്ടിപ്പിഴിഞ്ഞ നീരിൽ തേനോ കൽക്കണ്ടമോ ചേർത്ത് കഴിച്ചാൽ കടുത്ത കഫക്കെട്ടും ചുമയും മാറും. 8. മുയൽച്ചെവിയൻ. തൊണ്ടവേദന, ടോൺസിലൈറ്റിസ്, കണ്ണുവേദന എന്നിവയ്ക്ക് മുയൽച്ചെവിയൻ സമൂലം ചതച്ചു പിഴിഞ്ഞ നീര് തൊണ്ടയിൽ കൊള്ളുകയോ ഉമിനീരിറക്കുകയോ ചെയ്താൽ മതി. പെട്ടെന്ന് ആശ്വാസം കിട്ടും. 9. ചിറ്റമൃത്. വിട്ടുമാറാത്ത പനി, സന്ധിവേദന എന്നിവ മാറ്റാനും ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൂട്ടാനും അമൃത് ഒന്നാന്തരമാണ്. ഇതിന്റെ തണ്ട് ചതച്ച് തിളപ്പിച്ച വെള്ളം ദിവസവും കുടിക്കുന്നത് രോഗങ്ങളെ അകറ്റി നിർത്തും. 10. കുറുന്തോട്ടി. വാതവേദന, പനി, കടുത്ത ശരീരവേദന എന്നിവയ്ക്ക് കുറുന്തോട്ടി വേരിട്ട് തിളപ്പിച്ച കഷായം കുടിക്കുന്നത് വളരെ നല്ലതാണ്. മഴക്കാലത്തെ സന്ധിവേദനകൾ മാറാൻ ഇത് സഹായിക്കും. 11. കൊടുവേലി. ദഹനക്കുറവ്, വയറുവേദന, ചർമ്മരോഗങ്ങൾ എന്നിവയ്ക്ക് കൊടുവേലി നല്ലതാണെങ്കിലും ഇതിന്റെ വേര് കൃത്യമായി ശുദ്ധി ചെയ്ത് മാത്രമേ ആയുർവേദ ലേഹ്യങ്ങളിലും കഷായങ്ങളിലും ഉപയോഗിക്കാറുള്ളൂ. 12. മഞ്ഞൾ. ഇതൊരു സ്വാഭാവിക ആന്റിബയോട്ടിക്കാണ്. ചൂടുപാലിൽ അല്പം മഞ്ഞൾപ്പൊടിയും കുരുമുളകും ചേർത്ത് കുടിച്ചാൽ കഫക്കെട്ടും തൊണ്ടവേദനയും മാറും. മുറിവുകളിൽ മഞ്ഞൾ പുരട്ടുന്നതും ഇൻഫെക്ഷൻ തടയും. 13. കറ്റാർവാഴ. ചർമ്മ സംരക്ഷണത്തിനും ദഹന പ്രശ്നങ്ങൾക്കും ശരീരത്തിലെ ചൂട് കുറയ്ക്കാനും കറ്റാർവാഴ നല്ലതാണ്. ഇതിന്റെ ഉള്ളിലെ ജെൽ നന്നായി കഴുകി വെറും വയറ്റിൽ കഴിക്കുന്നത് വയറിലെ അൾസറിനും മലബന്ധത്തിനും പരിഹാരമാണ്. 14. ആര്യവേപ്പ്. ചർമ്മത്തിലെ അണുബാധകൾ, ചൊറിച്ചിൽ, മുറിവുകൾ എന്നിവയ്ക്ക് വേപ്പിലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുന്നത് മഴക്കാലത്തുണ്ടാകുന്ന എല്ലാത്തരം അലർജികളും മാറ്റാൻ സഹായിക്കും. 15. കരിനൊച്ചി. കടുത്ത തലവേദന, ജലദോഷം, സൈനസൈറ്റിസ് എന്നിവയ്ക്ക് കരിനൊച്ചിയില ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ നല്ലതുപോലെ ആവി പിടിച്ചാൽ തലയിലെയും നെറ്റിയിലെയും നീർക്കെട്ട് പെട്ടെന്ന് ഇറങ്ങും. 16. ഇഞ്ചി. ദഹനക്കുറവ്, ഗ്യാസ്, ഛർദി, തൊണ്ടവേദന എന്നിവയ്ക്ക് ഇഞ്ചിനീരും തേനും സമം ചേർത്ത് കഴിക്കുന്നത് ചുമയ്ക്കും. ഇഞ്ചി ചതച്ചിട്ട കട്ടൻ ചായ വയറിലെ അസ്വസ്ഥതകൾ മാറ്റാനും സഹായിക്കും. 17. ഞെരിഞ്ഞിൽ. മൂത്രനാളിയിലെ അണുബാധയും മൂത്രച്ചൂടും തടയാൻ ഞെരിഞ്ഞിലിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് വൃക്കകളുടെ ആരോഗ്യത്തിനും ഉത്തമമാണ്. 18. ചെറുള. വൃക്കരോഗങ്ങൾക്കും മൂത്രസംബന്ധമായ പ്രശ്നങ്ങൾക്കും ദശപുഷ്പങ്ങളിൽ ഒന്നായ ചെറുള സമൂലം തിളപ്പിച്ചു കുടിക്കാറുണ്ട്. ഇത് ശരീരത്തിലെ വിഷാംശങ്ങളെ മൂത്രത്തിലൂടെ പുറന്തള്ളാൻ സഹായിക്കും. 19. ശംഖപുഷ്പം.
മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഓർമ്മശക്തി കൂട്ടാനും ശംഖുപുഷ്പത്തിന്റെ പൂവിലിട്ട് തിളപ്പിച്ച ബ്ലൂ ടീ കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ശരീരത്തിന് നല്ല ഉന്മേഷം നൽകും. 20 പഴുതല, പെരുത്തുമ്പ, വാതവേദന, ശരീരത്തിലെ വീക്കം, ജലദോഷം എന്നിവയ്ക്ക് ഇതിന്റെ ഇലയിട്ട് എണ്ണ കാച്ചി തലയിൽ തേക്കുന്നത് തലവേദന മാറാനും മുടി വളരാനും നല്ലതാണ്. 21 കരിവേപ്പില, വിളർച്ച മാറാനും ദഹനക്കുറവ് പരിഹരിക്കാനും കരിവേപ്പില ദിവസവും വെറും വയറ്റിൽ ചവച്ചരച്ച് കഴിക്കുന്നത് നല്ലതാണ്. ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാനും കണ്ണിന്റെ കാഴ്ചശക്തിക്കും സഹായിക്കും. 22 ചെമ്പരത്തി, മുടികൊഴിച്ചിൽ, താരൻ എന്നിവ മാറി തലമുടി നന്നായി വളരാൻ ചെമ്പരത്തിയിലയും പൂവും അരച്ചുണ്ടാക്കുന്ന താളി തലമുടിക്ക് ഏറ്റവും മികച്ച സ്വാഭാവിക ഷാംപൂവാണ്. 23 മുരിങ്ങയില, കടുത്ത ശരീരവേദന, വിളർച്ച, ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവയ്ക്ക് മുരിങ്ങയില തോരൻ വെച്ചോ സൂപ്പ് വെച്ചോ കഴിക്കുന്നത് മഴക്കാലത്തെ ശരീരവേദനകൾ മാറാൻ സഹായിക്കും. 24 പേരയില, പല്ലുവേദന, ഈരിലെ രക്തസ്രാവം, വായ്നാറ്റം എന്നിവ മാറാൻ പേരയില ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് വായ് കഴുകുന്നത് ഗാർഗിൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. 25 പപ്പായയില, ഡെങ്കിപ്പനി പോലുള്ള കടുത്ത പനികൾ വരുമ്പോൾ ശരീരത്തിലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് പെട്ടെന്ന് വർദ്ധിപ്പിക്കാൻ പപ്പായയിലയുടെ നീര് ചെറിയ അളവിൽ പിഴിഞ്ഞു കൊടുക്കുന്നത് ഇന്നും ഫലപ്രദമായ ഒരു വിദ്യയാണ്. 26 ഞാവൽ, ഇലയും കുരുവും പ്രമേഹം നിയന്ത്രിക്കാൻ ഏറ്റവും മികച്ചതാണ്. ഞാവൽ കുരു പൊടിച്ച് വെള്ളത്തിൽ കലക്കി കുടിക്കുന്നതും ഇതിന്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കും. 27 നെല്ലിക്ക, വിറ്റാമിൻ സിയുടെ കലവറയാണ്. ദിവസവും ഒരു നെല്ലിക്ക കഴിക്കുന്നത് മഴക്കാലത്ത് പ്രതിരോധശേഷി കൂട്ടാനും ജലദോഷം വരാതിരിക്കാനും ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും ഉത്തമമാണ്. 28 ഉലുവ, ദഹനക്കേട്, വയറെരിച്ചിൽ എന്നിവയ്ക്ക് ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. പ്രമേഹ രോഗികൾക്ക് വെറും വയറ്റിൽ ഉലുവ വെള്ളം കുടിക്കുന്നത് ഇൻസുലിൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. 29 കുടങ്ങൽ, മുത്തിൽ, നമ്മുടെ പറമ്പിലെ ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ പടർന്നു വളരുന്ന ഒന്നാണിത്. ഓർമ്മശക്തിക്കും ബുദ്ധിവികാസത്തിനും കുടങ്ങൽ ഇല ചതച്ച് പാലിൽ ചേർത്ത് കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. 30 ബ്രഹ്മി, ഓർമ്മശക്തി കൂട്ടാനും ബുദ്ധി ഉണരാനും പണ്ട് മുതലേ ഉപയോഗിക്കുന്ന ഒന്നാണ്. ബ്രഹ്മി നീര് തേൻ ചേർത്ത് വെറും വയറ്റിൽ കഴിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കും. 31 മല്ലി, പനിയുടെ തുടക്കത്തിൽ മല്ലിയും ചുക്കും ചേർത്ത് കാച്ചിയ വെള്ളം കുടിക്കുന്നത് പനി മാറാൻ സഹായിക്കും. അതോടൊപ്പം ഗ്യാസ് ട്രബിൾ മാറാനും ദഹനം ശരിയാകാനും മല്ലിവെള്ളം നല്ലതാണ്. 32 കരിമ്പ്, മഞ്ഞപ്പിത്തം പോലുള്ള കരൾ രോഗങ്ങൾ വരുമ്പോൾ ശരീരം തളരാതിരിക്കാനും കരളിലെ വിഷാംശം മാറാനും കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ്. 33 മാവില, പല്ലിന്റെയും ഈറുകളുടെയും ബലത്തിന് മാവില കരിച്ചതോ മാവില ചെറുതായി ഒടിച്ചോ പല്ല് തേക്കുന്നത് പണ്ടുകാലത്തെ മികച്ചൊരു ശീലമാണ്. വായ്നാറ്റം മാറാനും ഇത് സഹായിക്കും. 34 പൂവാങ്കുറുനില, ദശപുഷ്പങ്ങളിൽ ഒന്നായ പൂവാങ്കുറുനില പനി കുറയ്ക്കാനും തല തണുപ്പിക്കാനും നല്ലതാണ്. ഇതിന്റെ നീര് നെറ്റിയിൽ പുരട്ടുന്നത് കടുത്ത പനിയിൽ ശരീര താപനില കുറയ്ക്കാൻ സഹായിക്കും. 35 കയ്യോന്നി, ഭൃംഗരാജ്, മുടി തഴച്ചു വളരാനും അകാലനര മാറാനും കയ്യോന്നി ചതച്ച നീര് ചേർത്ത് വെച്ച വെളിച്ചെണ്ണ തലയിൽ തേക്കുന്നത് ഏറ്റവും മികച്ച നാടൻ വിദ്യയാണ്. ഇത് കണ്ണിനും തണുപ്പ് നൽകും. 36 കരിജീരകം, മരണമൊഴികെ എല്ലാ രോഗങ്ങൾക്കും മരുന്ന് എന്ന് പഴമക്കാർ പറയുന്ന ഒന്നാണ് കരിജീരകം. കരിജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് കഫക്കെട്ട്, ആസ്മ, പ്രതിരോധശേഷി കുറവ് എന്നിവയ്ക്ക് ഉത്തമമാണ്. 37 ആവണക്ക്, മലബന്ധം മാറാൻ ആവണക്കെണ്ണ ചെറിയ അളവിൽ കഴിക്കുന്നത് നല്ലതാണ്. കടുത്ത വയറുവേദനയുള്ളപ്പോൾ ആവണക്കില ചെറുതായി ചൂടാക്കി വയറ്റിൽ വെക്കുന്നത് ആശ്വാസം നൽകും. 38 കൂവളം, വിൽവം, കൂവളത്തിന്റെ ഇല പ്രമേഹം കുറയ്ക്കാൻ വളരെ നല്ലതാണ്. ഇതിന്റെ കായുടെ ഉള്ളിലെ കാമ്പ് കഴിക്കുന്നത് വിട്ടുമാറാത്ത വയറിളക്കവും ദഹനക്കേടും മാറ്റാൻ സഹായിക്കും. 39 ചുണ്ടങ്ങ, മുരിങ്ങ വഴുതന, കുട്ടികളിലെ വിരശല്യം മാറാനും കഫക്കെട്ട് മാറാനും ചുണ്ടയ്ക്ക വറുത്തോ കറി വെച്ചോ കഴിക്കുന്നത് നല്ലതാണ്. ഇത് രക്തം ശുദ്ധീകരിക്കാനും സഹായിക്കും. 40 മണിത്തക്കാളി, തക്കാളി ചീര, വായ്പുണ്ണ് മാറാൻ ഇതിന്റെ ഇല വെറുതെ ചവച്ചരച്ച് തിന്നാൽ മതിയാകും. വയറ്റിലെ അൾസർ മാറാനും മണിത്തക്കാളി കറി വെച്ച് കഴിക്കുന്നത് നല്ലതാണ്. 41 ഓരില, ദശമൂലങ്ങളിൽ പ്രധാനിയായ ഓരില വാതവേദനയ്ക്കും ശ്വാസകോശ രോഗങ്ങൾക്ക് നല്ലതാണ്. ഇതിന്റെ വേരിട്ട് തിളപ്പിച്ച കഷായം കടുത്ത ശരീരവേദനയ്ക്ക് ആശ്വാസം നൽകും. 42 പൂവില, ക്ഷീണം മാറാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും പൂവിലയുടെ വേരിട്ട കഷായം നല്ലതാണ്. മഴക്കാലത്തുണ്ടാകുന്ന വിട്ടുമാറാത്ത ചുമയ്ക്കും ഇത് ഉപയോഗിക്കാറുണ്ട്. 43 അയമോദകം, വയറുവേദന, ഗ്യാസ് ട്രബിൾ, കുട്ടികളിലെ വയറ്റിൽപിടുത്തം എന്നിവയ്ക്ക് അയമോദകമിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ഉടനടി ഫലം ചെയ്യും. 44 ചെറുനാരങ്ങ, ദഹനക്കേട്, ഛർദി, അമിത ക്ഷീണം എന്നിവയ്ക്ക് ചെറുനാരങ്ങ നീരിൽ ഒരൽപ്പം ഉപ്പും പഞ്ചസാരയും ചേർത്ത് കുടിക്കുന്നത് ശരീരത്തിന് പെട്ടെന്ന് ഗ്ലൂക്കോസ് കിട്ടാനും ഉന്മേഷം വരാനും സഹായിക്കും. 45 മഷിത്തണ്ട് ചെറി, വെള്ളച്ചെടി, നമ്മുടെ തൊടിയിലും മതിലുകളിലും തനിയെ വളരുന്ന ഒന്നാണിത്.
മൂത്രച്ചൂട് മാറാനും വൃക്കയിലെ കല്ല് ലയിക്കാനും മഷിത്തണ്ടിന്റെ തണ്ടും ഇലയും ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ഉത്തമമാണ്. 46 ഉമ്മം. ഇതിന്റെ ഇല ശ്വാസമുട്ടലിനും ആസ്മയ്ക്കും പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്നു. ഇതിന്റെ കായ ചതച്ച് എണ്ണ കാച്ചി തേക്കുന്നത് സന്ധിവേദനകൾ മാറാൻ നല്ലതാണ്. വിഷാംശമുള്ളതിനാൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. 47 കരിനൊച്ചി. കടുത്ത തലവേദനയും സൈനസൈറ്റിസും മാറാൻ കരിനൊച്ചിയിലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ നല്ലതുപോലെ ആവി പിടിച്ചാൽ തലയിലെ നീർക്കെട്ട് പെട്ടെന്ന് മാറും. 48 ശവം നാറി. നിത്യകല്യാണി. ഇതിന്റെ വേരും ഇലയും രക്തസമ്മർദ്ദവും ബ്ലഡ് പ്രഷർ പ്രമേഹവും നിയന്ത്രിക്കാൻ നാട്ടുവൈദ്യത്തിൽ ഉപയോഗിക്കാറുണ്ട്. 49 ചങ്ങലമ്പരണ്ട. എല്ലുകൾക്ക് ബലം നൽകാൻ ഇതിലും മികച്ചൊരു ഒറ്റമൂലിയില്ല. ചങ്ങലമ്പരണ്ട ചതച്ച് പിഴിഞ്ഞു നീര് കഴിക്കുന്നതും ഇത് ചമ്മന്തിയോ തോരനോ ആക്കി കഴിക്കുന്നതും സന്ധിവേദനകൾക്കും അസ്ഥിക്ഷയത്തിനും നല്ലതാണ്. 50 തഴുതാമ പുനർനവ. നമ്മുടെ വീട്ടുപറമ്പുകളിൽ പടർന്നു കിടക്കുന്ന തഴുതാമ ശരീരത്തിലെ നീർക്കെട്ടുകൾ മാറാൻ ഏറ്റവും മികച്ചതാണ്. ഇത് കറിവെച്ച് കഴിക്കുന്നതും ഇതിന്റെ വേരിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും വൃക്കകളുടെ കിഡ്നീസ് ശുദ്ധീകരണത്തിനും കരൾ ആരോഗ്യത്തിനും ഉത്തമമാണ്. കണ്ടില്ലേ സുഹൃത്തുക്കളെ, നമ്മൾ കാശ് കൊടുത്തു വാങ്ങുന്ന ഏത് വലിയ ഇംഗ്ലീഷ് മരുന്നിനേക്കാളും ഗുണമുള്ള 50 ഔഷധങ്ങളാണ് നമ്മുടെ കാൽക്കീഴിൽ, നമ്മുടെ സ്വന്തം തൊടിയിൽ തന്നെ ഉള്ളത്. പ്രകൃതി മലയാളിക്ക് തന്നിട്ടുള്ള വലിയൊരു നിധിയാണിത്. തീർച്ചയായും അസുഖം കൂടിയാൽ നമ്മൾ ഡോക്ടറെ കാണിക്കണം, കൃത്യമായ ചികിത്സ തേടണം, അതിൽ ഒരു സംശയവുമില്ല. പക്ഷേ ചെറിയ രോഗങ്ങൾക്ക് പോലും ശരീരത്തിലേക്ക് കെമിക്കലുകൾ കയറ്റിവിട്ട് നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം നമ്മൾ തകർക്കരുത്. വരും തലമുറയ്ക്ക് നമ്മൾ വലിയ വലിയ ഫോണുകളോ സ്വത്തുക്കളോ മാത്രമല്ല നൽകേണ്ടത്, ഇതുപോലെയുള്ള നാടൻ അറിവുകളാണ്. ഈ ചെടികളെ തിരിച്ചറിയാനുള്ള കണ്ണ് അവർക്ക് നൽകണം. നിങ്ങളുടെ പറമ്പിൽ ഇതിൽ ഏതൊക്കെ ചെടികളാണ് ഇപ്പോൾ ഉള്ളതെന്ന് താഴെ കമന്റ് ചെയ്യുമല്ലോ. ഈ അമൂല്യമായ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബങ്ങളിലേക്കും എത്തിക്കാൻ ദയവായി ഈ വീഡിയോ ഇപ്പോൾ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഞാൻ സന്തോഷ് VLR. നന്ദി, നമസ്കാരം.